പേര് പറഞ്ഞു കേട്ടോ. ഞാൻ ബിനു സി ഭാസ്കർ. നാട്ടിലെവിടെയാ? കോന്നി, പത്തനംതിട്ട കോന്നി ആനക്കൂടിനടുത്ത. ഈ ഭൂലോകത്തിൽ എവിടെ പോയാലും മലയാളികൾ ഉണ്ടെന്ന് പറയാറില്ല, അതിന് ഉദാഹരണമാണ് കേട്ടോ. रंगोली रंगकुमारी ओके. സുഹൃത്തുക്കളെ, നദീതീരത്ത് നിന്നും ഞാനെൻ്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളെൻ്റെ മുഖവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരെ എനിക്ക് മെസ്സേജ് അയക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അടുപ്പിച്ച് യാത്രയായിരുന്നു കേട്ടോ. അപ്പി ഹിമാലി, റാറ നാഷണൽ പാർക്ക്, ഷെയ്പോക്സ് ഉണ്ടോ, ഇത് ഈ ഒരു 3 സ്ഥലങ്ങൾ കറങ്ങാൻ വേണ്ടി എനിക്ക് എത്ര മാസമാണ്, 1 മാസവും 8 ദിവസവും ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി വന്നു കേട്ടോ. അതായത് നടത്തം തന്നെയാണ് കേട്ടോ. നടന്ന് ഇതൊക്കെ കണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങൾ എത്തിച്ചു തരുന്നു. ഇനി ഇവിടെ ഞാൻ താഴോട്ടേക്കാണ് ഇറങ്ങുന്നത്. എൻ്റെ അടുത്ത യാത്ര പൊക്രയിലേക്കാണ് പോകുന്നത്. പൊക്രയിലേക്ക് നടന്നല്ല പോകുന്നത്, എൻ്റെ കൂട്ടുകാരുടെ സഹായത്തോടു കൂടി എനിക്കെന്താണ് വണ്ടി മാർഗ്ഗമൊക്കെ ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും അറിയത്തില്ല, അങ്ങനെ കിട്ടുവാണെങ്കിൽ എൻ്റെ യാത്ര വേഗം താഴോട്ടെത്തും, ഇല്ലാത്ത വശം മെല്ലനെ പോകും. എന്തായാലും ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം. നേപ്പാൾ പൈസ 300 രൂപക്കാണ്. ഡോർമെറ്ററി ആണ് കേട്ടോ ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നാളെ എവിടെയാണ് പോകുന്നത്? രാവിലെ ഒരു ജീപ്പ് ഉണ്ട്. ഇവിടുത്തെ ഗ്രാമവാസികളുടെ സപ്പോർട്ട് കൊണ്ടും എന്നെ അറിയുന്ന കുറേ നേപ്പാളീസൊക്കെ ഉണ്ട്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ പരിചയപ്പെടുന്നുണ്ടല്ലോ. അവർ മുഖേന ഇന്നൊരാളുണ്ട്, നിങ്ങൾ പോകുമ്പോൾ അവനെ അവിടെ ആക്കണം. ഗുറാൻസ് അല്ലെങ്കിൽ സുർക്കത്തിലേക്കായിട്ട് പോകുന്ന ഒരു ജീപ്പാണ്. ഒന്നും അറിയത്തില്ല, നാളെ രാവിലെ ആയാലാണ് അവരെ കാര്യങ്ങൾ അറിയത്തുള്ളൂ. അപ്പം നാളെ രാവിലെ ഞാൻ പോകുന്ന കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗിൽ കാണാം. എല്ലാവരും കണ്ടിന്യൂ ചെയ്ത് കാണുക കേട്ടോ. വളരെ സന്തോഷം എല്ലാവരും വീഡിയോസ് കാണുന്നതിൽ. സുഹൃത്തുക്കളെ, രാവിലെ 7 മണിക്ക് എണീറ്റു. എനിക്ക് വണ്ടി കിട്ടി. ഈ കാണുന്ന ജീപ്പിലാണ് ഞാൻ ഗുറൻസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുന്നത്. നേപ്പാളിലെ പർവ്വത ഗ്രാമത്തിൽ നമുക്ക് സുഖ സൗകര്യത്തോടു കൂടി പോകാൻ പറ്റുന്ന നേപ്പാളിലെ ഒരു വണ്ടി കൂടിയാണ് കേട്ടോ സ്കോർപിയോ എന്ന് പറയുന്നത്. ഇത് എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. എന്നോട് നാട്ടിലെവിടെയാണ്, എന്തിനാണ് ഇവിടെ വന്നത്, എത്ര നാൾ ഇവിടെ ഉണ്ടാകും, അങ്ങനെയൊക്കെ ചോദിച്ചു. നല്ലൊരു മനുഷ്യൻ കേട്ടോ. ഞാൻ ഏകദേശം 6-7 മാസത്തോളം ഈ ഒരു നേപ്പാളിലൂടെ സഞ്ചരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര അഭിമാനം തോന്നി എന്നോട്. കേരളത്തിലെ ആൾക്കാരോട് ഭയങ്കര ബഹുമാനമാണെന്നൊക്കെ പറഞ്ഞു. ജീപ്പ് ഡ്രൈവർ സാധനങ്ങളൊക്കെ മുകളിൽ വെച്ച് കെട്ടുകയാണ്. എന്താ വിചാരിച്ചാൽ നേപ്പാളിലെ റോഡുകൾ എന്ന് പറയുന്നത് വളരെ മോശമാണ്. എൻ്റെ ബാഗ് മുകളിൽ തന്നെ ഉണ്ട്. ഇവിടുത്തെ ജനങ്ങളൊക്കെ നല്ല മനുഷ്യരാണ് കേട്ടോ. ഇന്ത്യയിലെ ഈ ഒരു വാഹനത്തിന് നേപ്പാളിൽ 3 ഇരട്ടിയാണ് വില വരുന്നത്. ഈ ഒരു സ്കോർപിയോക്ക് പ്രകൃതി മനോഹരമാണ്. അതുമാത്രമല്ല ഇവിടുത്തെ ജനങ്ങളും അത്രമാത്രം സപ്പോർട്ടീവായ ആൾക്കാരാണ് കേട്ടോ, പ്രത്യേകിച്ച് ഉൾഗ്രാമത്തിലെ ജനങ്ങൾ. സുഹൃത്തുക്കളെ, ജീപ്പിൽ നിന്ന് ഇറങ്ങി ഞാൻ എത്തിയിരിക്കുന്നത് കർണാലി പ്രവേശയിലെ ദൈലേക്ക് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഗുറാസ് ഗാവ് പാലികയിലെ ഗുറാസ് എന്നൊരു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഗുറാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് നാമം എന്ന് പറയുന്നത് റോഡോഡെൻഡ്രോൺ ആണ്. നേപ്പാളിലെ ദേശീയ പുഷ്പമായ റോഡോഡെൻഡ്രോൺ, ഇല്ലെങ്കിൽ ലാലി ബുറാഷ് എന്നൊക്കെ പറയും കേട്ടോ. അതിൻ്റെ വൈറ്റ് കളർ പുഷ്പങ്ങളും റെഡ് കളർ വരുന്ന പുഷ്പമൊക്കെയുള്ള വലിയൊരു സ്ഥലമാണ്. ഒരു ഹിൽ സ്റ്റേഷനാണ് ഗുറാസ് എന്ന് പറയുന്നത്. 25 കിലോമീറ്റർ മാറിയിട്ടാണ് കർണാലിയിലെ ഏറ്റവും വലിയ പട്ടണമായ സുർക്കേത്ത് വരുന്നത്. അത് ഇവിടുന്ന് 25 കിലോമീറ്ററാണ്. ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിൽ ഉണ്ടാകുമ്പം ഡെറാഡൂണിൽ നിന്നും മസൂറി എന്ന ക്യൂണോ ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ഫീല് തന്നെയാണ് ഗുറാസ് എന്ന് പറയുന്ന ഒരു പട്ടണവും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യനാണ് മനുഷ്യനെ കാണാനുള്ള കഴിവ് കൂടിയുള്ളത്. എൻ്റെ ഈ റൂം കണ്ടോ, വലിയ റിസോർട്ട്. ഇങ്ങനെയുള്ള ഫ്രെയിം എൻ്റെ വീഡിയോയിൽ വരുന്നത് വളരെ കുറവാണ്. ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. അമേരിക്കയിൽ നിന്നും എൻ്റെ വീഡിയോസ് ഡെയിലി കാണുന്ന ജെൻസ് എന്ന് പറഞ്ഞൊരു സാറാണ് എനിക്ക് റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് തന്നത്. ഇത്രയും ദൂരത്ത് നിന്നും എൻ്റെ വീഡിയോസ് കണ്ട് ഇങ്ങനെ ഒരു റിസോർട്ടിൽ താമസം ഒരുക്കി തന്ന ജെൻസ് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും വളരെ സന്തോഷം. അപ്പം കൂടുതൽ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഈ ഗുറാസ് എന്ന ഗ്രാമത്തിലെ കാഴ്ചകളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മനോഹരമായ ഗ്രാമം സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്ന റിസോർട്ടും പുറത്തേക്കുള്ള കാഴ്ചകളും ഗ്രാമ കാഴ്ചകളുമാണ് നമ്മൾക്കിനി കാണാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നേപ്പാളീസിൻ്റെ ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ നാട്ടിലെ സദ്യ ഇല്ലേ, നമ്മുടെ നാട്ടിലെ സദ്യ പോലെ തന്നെ പ്യുവറാണ് നേപ്പാളിലെ ഓർഗാനിക് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ലോക്കലാണ് കേട്ടോ. നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിട്ട് വരുന്ന സാധനങ്ങളും കൂടുതലുണ്ടാകും, പക്ഷേ ഇവരിൽ വളരെ കുറവാണ്. ഉപ്പൊക്കെയാണ് ഇവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഉപ്പ്, പഞ്ചസാര, ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മുളക് പൊടി വരെ ഇവരെന്താണ് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്.
ഇത് ഇവിടുത്തെ ലോക്കൽ ചിക്കൻ കറിയാണ്. പിന്നെ നമ്മളെ ചിഷ്ണു എന്ന് പറഞ്ഞ ഒരു സബ്ജിയാണ്, അതിൻ്റെ ഇലയാണ്. ചിഷ്ണുവിൻ്റെ ഒരു എന്താണ് ലീഫാണെന്നാണ് പറഞ്ഞത്, അതാണ് ഇവർ അരച്ചിട്ടൊരു സബ്ജി പോലെ ആക്കിയത്. പിന്നെ ചട്നി, മുള്ളങ്കി, ക്യാരറ്റ്, പപ്പടം, നാരങ്ങ, കൈപ്പക്ക, റായി സബ്ജി, ആലു, പിന്നെ ചോറ്. ഇതാണ് ഇവരെ ഭക്ഷണത്തിൻ്റെ രീതി. എന്തായാലും ഈ ഭക്ഷണം കഴിക്കുക, വളരെ സന്തോഷമുണ്ട് ഇവിടെ നല്ലൊരു ഗ്രാമത്തിൽ വന്ന് അവിടുത്തെ നല്ല ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ തന്നെ. സുഹൃത്തുക്കളെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹിമാലയ റീജിയനിൽ വന്നിട്ട് ഇത്രയും വലിയൊരു റിസോർട്ടിൽ താമസിക്കുന്നത്. എന്തായാലും ലക്കാണ് കേട്ടോ. ജൻസ സാറിനോട് പ്രത്യേക നന്ദി ഞാൻ ഒന്നുകൂടി പറയുന്നു. നല്ലൊരു തണുത്ത ഭൂപ്രദേശത്തിൽ നല്ല സ്വർഗീയ കാഴ്ചകൾ കാണാൻ വേണ്ടി നിർമ്മിച്ചൊരു റിസോർട്ട് കൂടിയാണെന്ന് പറയാം. എന്തായാലും നമുക്ക് ഗ്രാമത്തിലെ പ്രദേശങ്ങളും ഇവിടുത്തെ കൃഷികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഗ്രാമത്തിലെ കൂടുതൽ കടകൾ വരുന്ന സ്ഥലം. ചെറിയൊരു ഗ്രാമം, പക്ഷേ എത്ര മനോഹരമായ സ്ഥലം, അങ്ങനെ വേണം കേട്ടോ വിശേഷിപ്പിക്കാൻ വേണ്ടി. പോലീസ് പോസ്റ്റാണ് കേട്ടോ ഈ കാണുന്ന. ഒരു ട്രാവലർ വരുന്നുണ്ട്, ടെമ്പോ ട്രാവലർ, നമുക്ക് സൈഡാക്കി വെക്കാം. പോലീസ് പോസ്റ്റിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. പോലീസുകാരൊന്നും കാണിക്കാൻ സാധിക്കത്തില്ല. ഇത് കണ്ടോ, പോലീസ് പോസ്റ്റ് വരുമ്പോൾ ഇതേപോലെ ട്രാവലേഴ്സൊക്കെ എന്താ അവിടെ നിർത്തിയിട്ട് പാസ് വാങ്ങാനുണ്ട് കേട്ടോ. പാസിന് പൈസയൊന്നുമില്ല. പാസ് വാങ്ങി എത്ര പാസഞ്ചേഴ്സാണ് വണ്ടിയിലുള്ളതെന്ന് കൺഫേം ആക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പോലീസ് പോസ്റ്റ് വരുന്നത്. അധികം അതിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കുന്നില്ല, അടി വാങ്ങാൻ പറ്റില്ല. നമസ്തേ. ഇത് കണ്ടോ, ഗ്രാമത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളാണ് ഈ കാണുന്ന. കേബേജ്, വെണ്ടക്ക, പിന്നെന്താ ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ ഇവിടെ ഉണ്ട്. പിക്കപ്പിനൊക്കെ ഇവിടെ ഭയങ്കര ചാർജാണ് കേട്ടോ. അതായത് ഇവിടെ നേപ്പാളിലെ റോഡ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതായത് 200 കിലോമീറ്റർ അല്ല, അല്ലെങ്കിൽ 100 കിലോമീറ്ററൊക്കെ പോകാൻ വേണ്ടി 5000 രൂപയാണ് ഒരു ചാർജ് വാങ്ങുന്നത്. അതാണ് ഇവിടെ നല്ലപോലെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപകട സാധ്യത കൂടി ഇവർ കണക്ക് കൂട്ടിയിട്ടാണ് ഇവിടെ പോലീസ് ചെക്ക് പോസ്റ്റിൽ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം ഇവർ നോക്കുന്നത്. പോലീസ് പോസ്റ്റിന് വീഡിയോ എടുത്തത് എന്നോട് പറഞ്ഞു ഡിലീറ്റ് അടിക്കാൻ വേണ്ടി. കാരണം ഇവിടെ അവർക്ക് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. കടകളൊക്കെ കണ്ടോ, ചെറിയൊരു ഗ്രാമപ്രദേശമാണ്, പക്ഷേ മനോഹരമായ ഒരു ഭൂമിയാണ് കേട്ടോ. മനോഹരമായൊരു ഭൂമി തന്നെയാണെന്ന് പറയാം. ഇതുണ്ടോ, പച്ചക്കറിയൊക്കെ ഓർഗാനിക്കാണ് കേട്ടോ. ഈ കടകളും ഈ ഭൂമിയൊക്കെ എന്ത് മാച്ചാണെന്നറിയാം. പഴയ തരത്തിലുള്ള കടകൾ, പക്ഷെ അവർ വിൽക്കുന്നതൊക്കെ പ്യുർ ഗോൾഡാണെന്ന് പറയാം. മുള്ളങ്കിയൊക്കെ കണ്ടോ ഇവിടെ, മുള്ളങ്കിയൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് മെല്ലെ നടക്കാം. ഈ ഒരു സുർക്കത്ത് എന്ന് പറഞ്ഞ വലിയൊരു ടൗൺ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ടാറിട്ട റോഡ് കാണുന്നത്. ഇവിടുന്ന് 20 അല്ലെങ്കിൽ 30 കിലോമീറ്റർ പോയാൽ ഇവിടെ റോഡോ കാര്യങ്ങളൊന്നും ഇല്ല. ഹായ് ബ്രദർ, ഹൗ ആർ യു? ഇവർ ടിക്ടോക്കിൻ്റെ രാജാക്കന്മാരാട്ടോ. ഇവർ വിചാരിക്കുന്ന ഈ വീഡിയോയിൽ വന്നാൽ വൈറലാവുന്നൊക്കെയാ. വെർ ആർ യു ഗോയിങ്? കത്താ ജാനേ? ഓക്കെ ഓക്കെ ഡൺ. ओके ब्रो, किधर जाना है? अच्छा अच्छा, तबाई का नाम क्या है? मेरा नाम है आर्यन साई। आरन शाही. टिकटॉक है? टिकटॉक है. ഓക്കെ. ചിരിക്കുന്നുണ്ടോ, പാവം പയ്യൻ കേട്ടോ. ഇവർക്കൊക്കെ ഇത് വലിയ അത്ഭുതമാണ്. ഞാൻ ഇന്ത്യക്കാരനാണെന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതം. എല്ലാവരും കണ്ടോ എന്നെ അത്ഭുതത്തോടെ നോക്കുന്നത്. ഈ ഓർഗാനിക് है भैया? ये वेजिटेबल ऑर्गेनिक है? अच्छा ओके. कितने रुपये आलू? आलू 1 kg नेपाली? 80 रुपये kg. ഓക്കെ, 80 രൂപ കേട്ടോ. ടീക്കെ. ഗുറാസ് എന്ന് പറയും കേട്ടോ. ഗുറാസ് എന്ന് പറയുന്നത് നമ്മളെ റോഡോഡെൻഡ്രോൺ ഫ്ലവറിൻ്റെ ഒരു പേരാണ് കേട്ടോ. ലാലി ഗുറാഷ് എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുക. റോഡോഡെൻഡ്രോണിൻ്റെ പിങ്ക് കളറാണ് ഇവിടുത്തെ ജനങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കും. ഇവരെ കളറെന്ന് കാണണം ഗ്രാമവാസികളുടെ ഒരു ചുവന്ന് വെളുത്ത് തുടിച്ച കളറാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് കേട്ടോ. അത് പൂക്കൾ പോലെ സുന്ദരന്മാരാണ് ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത്. ഈ കാണുന്ന ഇവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനമാണ് കേട്ടോ. ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക് നമുക്കങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല. ആകാശമൊക്കെ കണ്ടോ, കടൽ പോലെ തിളങ്ങുകയാണ്. ദൂരെ നിന്നും ഹിമാലയത്തിൻ്റെ കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കുന്ന നേപ്പാളിലെ ഒരു ഗ്രാമം കൂടിയാണ് ഗുറാസ് എന്ന് പറയുന്നത്. ഗ്രാമത്തിൻ്റെ മെയിൻ സ്ഥലങ്ങളാണ് കേട്ടോ. റോഡിൻ്റെ കാര്യം എന്ന് പറയുന്നത് തീരെ ഇല്ല ഈ രാജ്യത്തിന്. ഏതാണ് വലിയ ടൗൺ വരുന്നത് അതിനെ ചുറ്റിപ്പറ്റി ഒരു 2-3 കിലോമീറ്റർ മാത്രമാണ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. എന്തായാലും സ്ഥലം വളരെ മനോഹരമാണ്, എനിക്കിഷ്ടപ്പെട്ടു. തണുപ്പാണ് എല്ലാ വർഷത്തിലും ഇവിടെ ഉണ്ടാകുന്നത്. നേപ്പാൾ എന്ന രാജ്യം എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ കയ്യിൽ കോടികളുണ്ടെങ്കിലും കോടികളില്ലെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ ഒരേപോലെയാണ് കേട്ടോ. കാരണം പൈസ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവമാണെങ്കിൽ, പൈസ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ.
പക്ഷേ നേപ്പാളിലെ ഗ്രാമങ്ങളിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ആദ്യം ഇന്ത്യക്കാരെന്ന് പറഞ്ഞ സ്നേഹമാണ് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നീ എവിടെ നിന്നാടാ, നിൻ്റെ പേരെന്താടാ, ആധാർ കാർഡ് കാണിക്കടാ, അങ്ങനെ ചോദിക്കുന്ന ജനങ്ങളൊന്നും ഇവിടെയില്ല. ഒരു ഡിഫറൻ്റായ മനുഷ്യർ അവരുടെ സ്വർഗ്ഗഭൂമിയിൽ ജീവിക്കുന്നു. നമസ്തേ ഭയ്യ, कस्तूरन सा एकदम आराम। तपाईँको के छ? मैं अच्छा है, मैं इंडिया से, इन्डिया कुन ठाउँ से? केरला से, केरला वाटा नहीं केरला अलग है, तमिलनाडु अलग है। मेरा केरला में आपका नेपाल लोग बहुत काम करते हैं। अच्छा कहाँ तक जाने के लिए आए आप? मैं आपका नेपाल टूर है। नेपाल टूर है? हाँ, कहाँ पहुँच के आए आप? मैं रारा, सोईपोल, बाजुरा, बड़ी मालिगा, अपी हिमाल, कालीदंगा, उधर से आके इधर से शेप पोक्सुंडो से आते हैं रहने वाले। मस्त जगह है आपका नेपाल। ऐसे प्रमोट करते रहना। ആ പ്രൊമോട്ട് വെൽക്കം. അവരെ രാജ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണോ ചോദിച്ചു കേട്ടോ. ഞാൻ ആന്ന് പറഞ്ഞു. സ്ഥലങ്ങളൊക്കെ കണ്ടോ, ഇതൊക്കെ വീടാണ്. എൻ്റെ അമ്മോ, എന്താണ് ദൈവമേ ഇതൊക്കെ, സ്വർണമോ സ്വർഗമോ ഒന്നും വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം പ്യുവറാണ്. താഴ്വരകളൊക്കെ തിളങ്ങുവാണ് കേട്ടോ. കൃഷിയിടങ്ങളാലായാലും പഴയ വീടുകളൊക്കെ പ്രകൃതിക്ക് എത്ര സുന്ദരമായ കാഴ്ചകളാണ് നൽകുന്നതൊക്കെ. ഇതൊരു പഴയ വീടാണ്, പക്ഷെ പ്രകൃതിക്ക് നൽകുന്ന സുന്ദരമായ വർണ്ണന തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് കാണിച്ചു തരുന്നത്. ഇത് കൃഷിയാണ്. ഈ കാണുന്ന മൊത്തം ചെറിയ ചെറിയ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ വണ്ടി കണ്ടോ പോകുന്നത്. വണ്ടി പോകുമ്പോൾ കൂടെ പൊടി പോകും. അതാണ് നേപ്പാളിലെ ആകെ ദോഷമായി ഞാൻ കണ്ടിരിക്കുന്നത്. നമ്മളെ കാബേജിൻ്റെ ഒക്കെ കൃഷി കാണിച്ചത് താഴെ. ഇത് കണ്ടോ, ധാരാളം കാബേജ് കാണാം കേട്ടോ. ഇതൊക്കെ ഓർഗാനിക്കാണ്, പക്ക ഓർഗാനിക്കാണ് കേട്ടോ. ഇവരുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് വിഷം അടിക്കുന്നത് ഇവിടെ വളരെ കുറവാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു ഗ്രാമത്തിലെ വീട്ടിൽ വന്നിട്ടാണ് ഉള്ളത്. എൻ്റെ കൂടെ 2 പേരുണ്ട്. भैया नमस्ते, तवई का नाम क्या है? मेरा नाम डम्बोर बहादुर पौडेल है। बड़ा नाम है डम्बोर बहादुर पौडेल। बहादुर पौडेल। ओके मैम नमस्ते, तवई का नाम क्या है? हिंदी कम मालूम नहीं है। अच्छा, तवई का नाम, अजूर का नाम? मेरो नाम रामकली बस्नेत। रंगोली रामकुमारी। ओके, अब इधर भैया लोग में हिंदी मालूम है, महिला में हिंदी बहुत कम मालूम है। अच्छा, आप लोग इधर क्या काम करते हैं? सब्जी लगाना है, तरकारी। अच्छा, इधर बर्फ गिर गया विंटर में? नहीं है, बर्फ नहीं है। बर्फ तो होगा ना, अभी टाइम लगता है। अच्छा ठीक है. ഇവിടുത്തെ കൃഷിയിടങ്ങളൊക്കെ കണ്ടോ, കാബേജും കോളിഫ്ലവറും നല്ലതുപോലെ ഇവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സീസണാണെന്നാണ് ഇവർ പറയുന്നത്. എൻ്റെ മലയാളം ഭാഷ കേൾക്കുമ്പോൾ ആ ഫാമിലിയിലെ ആൾക്കാർ ചിരിക്കുവാണ്. ഇവർക്ക് കാരണം ഭാഷയൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒമ്പോ എന്തല്ലേ. ഇവിടുത്തെ ഗ്രാമവാസികളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം കൃഷി തന്നെയാണ്. ഗ്രാമത്തിലെ ടൗണിലുള്ള ജനങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് എന്താണ്, ഹോട്ടൽ കാര്യങ്ങളൊക്കെ കേട്ടോ. ഹേയ്, ഇവിടെ എന്നെ ഒരാൾ നോക്കുന്നുണ്ടോ? കുത്തോ മോനെ, എന്നെ വന്നിട്ട് എന്നെ ഒരാളിങ്ങനെ നോക്കുക കേട്ടോ. ഇവിടെ ഇവരെന്താണ്, പോത്തിൻ്റെ പാല് നല്ലതുപോലെ കുടിക്കുന്നൊരു ജനങ്ങൾ കൂടി കേട്ടോ. ഭയങ്കര ഹെൽത്തിയാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ പറയുന്നത്. നല്ലതുപോലെ എന്താണ്, കോളിഫ്ലവറിൻ്റെയും കാബേജിൻ്റെയും സീസണാണ് ഇപ്പോൾ. इस आपका घर है भैया जी? अच्छा फैमिली लोग का. अब इंडिया गया? कितना बार गया? कौन सा जगह आप गया? किन्नौर, हिमाचल प्रदेश. किन्नौर बहुत पहाड़ है, हिमाल. हाँ, बहुत ज़्यादा हाइट में है किन्नौर. कल्पा विलेज. अच्छा, किन्नौर में काम करते हैं. നേപ്പാളുകാരനാണ്. ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ എന്താണ് കിന്നോറിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിയോ ഇറക്കാൻ പിയോ അച്ഛ ജഗ ഇറക്കാൻ പിയോ. ഷേവ് ബോത്ത് മിൽത്തെ, ഫ്രഷ് ഷേവ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ എന്നാണ് കേട്ടോ പറയുന്നത്. എന്തായാലും നല്ല ഗ്രാമവാസിലാണ് കേട്ടോ. എന്നോട് വന്നപാടുന്ന വീഡിയോസൊക്കെ എടുത്തോ പറഞ്ഞു. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, ഇവർ മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എൻ്റെ കാലിൻ്റെ താഴെ ഒരു പട്ടിക്കൂട്ടനുണ്ട്. ഈ വലിയ ക്യാമറ ആയതുകൊണ്ട് തിരിക്കാൻ പോലും പറ്റാൻ കാണിച്ചാൽ കണ്ട. ഒരാളെ കണ്ടോ,
എൻ്റെ കാലിൻ്റെ താഴെ ഇങ്ങനെ കിടന്ന് കളിക്കുവാണ്. ഡാഡ ഒരു പാവം പട്ടിക്കുട്ടനാ കേട്ടോ. അതിനവിടെ നിൽക്കട്ടെ. എന്തായാലും സ്ഥലം കണ്ടല്ലോ. അങ്ങ് ദൂരെ വലിയൊരു ഹിമാലയാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ മൊത്തം മങ്ങി നിൽക്കണം കേട്ടോ. രാവിലെയാണ് അവിടെ ഗോൾഡൻ വ്യൂ കാണാൻ സാധിക്കുക. എന്തായാലും സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ എന്ത് പീസ്ഫുള്ളാണെന്നറിയോ. ഇത് കണ്ടോ, ഗ്രാമവാസികളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് അകത്ത്. മണ്ണിട്ട വീടുകൾ. സത്യം പറഞ്ഞാൽ സ്വസ്ഥത ഉണ്ടാവും കേട്ടോ. കയ്യിൽ കോടികളൊന്നും ഇല്ലെങ്കിൽ സമാധാനമുള്ള ജനങ്ങളാണ്. ഈ ഒരു ഭാഗത്ത് മൊത്തം കൃഷിയാണ്. ഓഹോ, പശുവിൻ്റെ ആലയാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ? യെസ്, അതെ, പശുവിൻ്റെ ആലയാണ്. ഒരാളെന്നെ തന്നെ എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് റൗണ്ട് ഇട്ട് കളിക്കുന്നുണ്ട്. ഇവനെ പിടിക്കാൻ എന്താ വഴി? ഡാ സുന്ദരപ്പ, ഹലോ സുന്ദരപ്പ. ഒരു പാവം പട്ടിക്കൂട്ടനാ. ഡേഡി ചെറുതായിട്ട് കുരക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവനവിടെ ഇങ്ങനെ തുള്ളി കളിക്കാൻ നോക്കിയേ. എന്ത് രസമല്ലേ കാണാൻ വേണ്ടി. ഹേയ്, വൈകുന്നേരം 6:30ക്കാണ് ഞാനീ ഒരു വീഡിയോ എടുക്കുന്നത്. പ്രകൃതി സ്വർണം പോലെയാണ് പറയുന്നത് പോലെയാണ് കേട്ടോ. ഗോൾഡൻ കളറിലാണ് ഈ സ്ഥലങ്ങളിപ്പോൾ നിൽക്കുന്നത്. എന്ത് മനോഹരമാണെന്നറിയോ ആ വീടുകൾ നോക്കിയേ. അയ്യോ, എന്ത് മാറ്റാണല്ലേ. പൂക്കളും എല്ലാമായി അടിപൊളി സ്ഥലം കേട്ടോ. നല്ലപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കാഴ്ച. സുഹൃത്തുക്കളെ കുറച്ച് ദിവസം ഈ ഒരു റിസോർട്ടിൽ താമസിച്ചു. എന്തായാലും വളരെ സന്തോഷമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ ഇവിടുന്ന് പോകുന്നത് 25 കിലോമീറ്റർ ദൂരെയുള്ള സുർക്കേത്ത് എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ കർണാലിയിലെ വലിയ പട്ടണത്തിലേക്കാണ്. അവിടെ ഒരു മലയാളി ഉണ്ട്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഉൾപ്പെടുത്തും. എന്നിട്ട് എൻ്റെ യാത്ര പോകുന്നത് നേപ്പാളിലെ പൊക്ര എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അതായത് ഈസ്റ്റേൺ പാർട്ടിലേക്കുള്ള യാത്ര തുടങ്ങും. ഗണ്ഡകിൽ നിന്നും ഭാഗവത് പ്രൊവിൻസ്, ഭാഗവതിൽ നിന്നും കോശി പ്രൊവിൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ടറായി പ്രൊവിൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യണം. സിറ്റി ഏരിയകളൊന്നും എൻ്റെ വീട്ടിൽ കൊണ്ടുവരാറില്ല. കാരണം സിറ്റി ഏരിയകളിൽ ജീവിക്കാൻ എൻ്റെ യാത്ര വെച്ച് ആവത്തില്ല കേട്ടോ. നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഭയങ്കര എക്സ്പെൻസീവ് ലൊക്കേഷനാണ് സിറ്റി ഏരിയകൾ. പ്രത്യേകിച്ച് വേറെ രാജ്യത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ മലയോരങ്ങളിലേക്ക് എന്നാണ് വീണ്ടും പോകുന്നത്, ഗ്രാമങ്ങളൊക്കെ. അപ്പോൾ സുർക്കേത്തിലെത്തിയിട്ട് സുർക്കേത്തിലെ കാഴ്ചകളൊക്കെ ഞാൻ കൊണ്ടുവരാം കേട്ടോ. എന്തായാലും വളരെ സന്തോഷം. ഇതുപോലൊരു വലിയ റിസോർട്ടിൽ താമസിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാനൊരു ഭാഗ്യവാനാണ്. എനിക്ക് സപ്പോർട്ട് ചെയ്ത ജൻസൺ സാറിന് ഒന്നുകൂടി ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോകാം. സുഹൃത്തുക്കളെ, ഗുറൻസ് എന്ന ഗ്രാമത്തിൽ നിന്നും ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് സുർക്കേത്തിലാണ്. എൻ്റെ കൂടെ ഒരു മലയാളിയുണ്ട്. തനി നാടൻ മലയാളിയാണ്. ഇവിടെ 10-20 വർഷമല്ലേ ജീവിക്കുന്നത്? പേര് പറഞ്ഞു കേട്ടോ. ഞാൻ ബിനു സി ഭാസ്കർ. നാട്ടിലെവിടെയാ? കോന്നി, പത്തനംതിട്ട കോന്നി ആനക്കൂടിനടുത്ത. ഈ ഭൂലോകത്തിൽ എവിടെ പോയാലും മലയാളികളുണ്ടെന്ന് പറയാറില്ലേ? അതിനൊരു ഉദാഹരണം കേട്ടോ. ഇവിടെ എത്ര വർഷമായി ജീവിക്കുന്നത്? ഞാൻ 10-20 വർഷമായി. കല്യാണം കഴിച്ചത് ഇവിടെ നിന്നാണ്? കല്യാണം ഇവിടെ നിന്ന് കഴിച്ചു. എത്ര മക്കളുണ്ട്? 2 മക്കൾ, ഒരു മോളും ഒരു മോനും. മോനാണ് ഇപ്പം വീടെടുത്ത് തരുന്നത്. വളരെ സന്തോഷം തോന്നുന്നു. ഇത്രയും ദൂരത്ത് വന്ന് മലയാളികൾ ഇവിടെ ജീവിക്കുന്നു. ഇവിടെ എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ സ്കൂളിലാണ്. നാട്ടിലത്തെ മലയാളി ഇവിടുത്തെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന കേട്ടോ. ചെറിയൊരു കാര്യമല്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതമൊക്കെ? നല്ല സുഖം തന്നെ, ഒന്നാം തരം, കുഴപ്പമില്ല. ക്ലൈമറ്റിന്റെ മാറ്റമുണ്ട്? ക്ലൈമറ്റ് നാട്ടിലേക്കാൾ മാറ്റമാണ്. തണുപ്പുണ്ട്, ചൂടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇത് മിശ്രിതമാകും, തണുപ്പും ചൂടും. അങ്ങനെ. ഇത് സുർക്കേത്ത് ജില്ലേന്റെ പേരല്ലേ? ഇത് സുർക്കേത്ത് ജില്ലയുടെ പേരാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ബീരേന്ദ്രനഗർ. സുർക്കേത്തിന്റെ ക്യാപിറ്റൽ സിറ്റി, അതുപോലെ തന്നെ കർണാലി പ്രൊവിൻസിന്റെയും कैपिटल सिटी अदे हेडक्वार्टर्स. ओके, नमस्ते दीदी. नमस्ते. तबई का नाम बोलिए. मेरा नाम चंद्रकला शिवाकोटी. चंद्रकला शिवाकोटी कोटी കാസ്റ്റ് ആണ് ഇവിടുത്തെ? അതെ, ശിവാക്കോട്ടി. ഓക്കെ, ഇതാണ് ഭാര്യ അല്ലേ? അതെ, എൻ്റെ ഭാര്യ ഇതാണ്. ഇവളുടെ അമ്മ വീട് ജാപ്പ എന്ന് പറയും. ജാപ്പ ഈസ്റ്റ്, നമ്മൾ ഇലാമിന്റെ അടുത്ത്. അതെ, ഇലാമിന്റെ അടുത്ത്. ജാപ്പ ഇലാം നൈബർ ഡിസ്ട്രിക്റ്റ് ആണ്. അതെ. പിന്നെ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് 24 വർഷമായി അല്ലേ? എങ്ങനെയാണ് പരിചയപ്പെട്ടത് ഇവിടെ വന്നിട്ട്? ഞങ്ങൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. ഒരുമിച്ച് വർക്ക് ചെയ്യായിരുന്നു. ഗവൺമെന്റ് സ്കൂൾ ടീച്ചറാണോ? അല്ല, പ്രൈവറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ കണ്ടുമുട്ടി. അതിനുശേഷം കല്യാണം കഴിച്ചു. ഇപ്പോൾ 21 വയസ്സുള്ള ഒരു മോളുണ്ട്.
ഇത് മോനാണ്. ഇത് മോന്. ഇവൻ 12 വയസ്സായി. ഇവൻ 7ാം ക്ലാസ്സിൽ എൻ്റെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നു. ഞാനിവിടെ ഒരു സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ചീഫായിട്ട് വർക്ക് ചെയ്യുന്നു. സുർക്കത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ വൈഫ് സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു. മോള് ജനിച്ചതിന് ശേഷം അവൾ ജോലി വിട്ടിട്ട് ഹൗസ് വൈഫായിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ 2 വർഷമായി വീട്ടിൽ പോകാഞ്ഞിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ ഈ കോവിഡ് മുമ്പും അതിനുശേഷം ഞങ്ങൾ നാട്ടിൽ പോകും. 1 മാസം ഈ ദസറ പിന്നെ ദീപാവലിയുടെ ഇടയ്ക്കുള്ള വെക്കേഷനിൽ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അമ്മയും അനിയനും പെൺപിള്ളയും പിന്നെ അവരുടെ 2 മക്കളും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കറങ്ങി വരും. ചേച്ചിക്ക് മലയാളം അറിയോ? ചേച്ചിക്ക് മലയാളം എല്ലാം മനസ്സിലാകും. മലയാളം മനസ്സിലാകും, പറയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല. ഇല്ല, സംസാരിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി മുതിർന്നതിന് ശേഷം നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റാകുമോ, മറ്റാൾക്കാർ കളിയാക്കുമോ എന്നുള്ള ഒരു നാണം, അതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മലയാളമൊക്കെ അറിയാൻ മനസ്സിലാകും. ഇവൻ സംസാരിക്കുക എന്തെങ്കിലും? ഹായ് ചായ കുടിച്ചോ? ചായ കുടിച്ചാ? ഓക്കെ, അടിപൊളി. എന്തായാലും സന്തോഷം, കണ്ടതിൽ വളരെ സന്തോഷം. എനിക്കും. ഞാൻ ആക്സിഡന്റിലാണ് ഈ ട്രാവൽ ബ്ലോഗ് ഒക്കെ നോക്കാറുണ്ട്. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഒരു ദിവസം റീല് കണ്ടു. ചിത്രൻ്റെ റീല് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ഉത്തരാഖണ്ഡ് അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്കുള്ള റീലുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അത് അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഇത് ഒക്കെ ഫ്രീക്വൻ്റ്ലി വരാൻ തുടങ്ങി വീഡിയോ. പിന്നെ ഒരു ദിവസം കണ്ടപ്പോൾ കർണാലി പ്രൊവിൻസ് എന്നും പറഞ്ഞൊരു വീഡിയോ വരുന്നു. അപ്പോഴാണ് ഞാൻ പേജിൽ പോയി നോക്കിയെന്ന് പറഞ്ഞു ഇത് ചെയ്തു. പിന്നെ നിങ്ങളെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, ഫേസ്ബുക്കിലും മെസ്സേജ് ചെയ്തെന്ന് തോന്നുന്നു. കുറേ നാളുകൾ മെസ്സേജ് ചെയ്തതിന് ശേഷം ഒരു റിപ്ലൈ വന്നു. അപ്പോൾ കർണാലി പ്രൊവിൻസിൽ എവിടെയാണ്, എന്നെ ഒന്ന് കാണണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫോണിലും സംസാരിക്കാറായി, വാട്സപ്പിൽ സംസാരിക്കാറായി. ഇന്ന് എന്തായാലും ഞാൻ കാണാൻ ആഗ്രഹിച്ച ആള് എൻ്റെ വീട്ടിലെത്തി. സന്തോഷമായി. മലയാളിനെ കുറേ നാൾ ശേഷം കണ്ടു. ഒരുപാട് നാൾ. ഇവിടെ മലയാളിയായിട്ട് ഞാനും പിന്നെ വേറൊരു സിസ്റ്ററുണ്ട്, റോസിറ്റ മത്തായി എന്ന് പറയുന്ന ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്ററിൻ്റെ വീട് കോട്ടയത്താണെന്ന് തോന്നുന്നു. അവരും ഞാനും മാത്രമേ ഉള്ളൂ ഇവിടെ മലയാളി ആയിട്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്. അവർക്ക് ഒരു സ്കൂളുണ്ട് നവജ്യോതി. പിന്നെ അവരാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്കറാണ്. അങ്ങനെ അവർ വർക്ക് ചെയ്യും. വല്ലപ്പോഴുമൊക്കെ കാണും. അപ്പോഴാണൊന്ന് മലയാളം സംസാരിക്കുന്നത്. പിന്നെ ഇന്ന് മനസ്സ് തുറന്ന് മലയാളം സംസാരിക്കാൻ പറ്റി. കുറേ നാൾക്ക് ശേഷം. പിന്നെ വീട്ടിൽ വിളിക്കും, അനിയനും അമ്മയുമായിട്ടൊക്കെ സംസാരിക്കും, ചേട്ടന്മാരുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഒരു മലയാളി ഇങ്ങനെ നേരിട്ട് വന്ന്, അതും ഇവിടെ തന്നെ വന്ന് കണ്ടപ്പോൾ സന്തോഷമായി. ഓക്കെ, എന്തായാലും സന്തോഷം, കണ്ടത് വളരെ സന്തോഷം. നമസ്തേ പോലെ. നമസ്തേ. നമസ്കാരം. മലയാളം അറിയും? എൻ്റെ അമ്മയെ കാണുമ്പോൾ സംസാരിക്കാൻ ചായ കുടിച്ചോന്ന് ചോദിക്കും. കുറച്ച് മലയാളം പറയല്ലേ? ചായ കുടിച്ചോ? സുഖമാണോ? അയ്യോ. ചോറുണ്ടോ? എന്തുണ്ട് വിശേഷം? സുഹൃത്തുക്കളെ നമസ്കാരം. ബിനു സാറിൻ്റെ കൂടെ രാവിലെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വന്നിരിക്കുവാണ്. സാറ് പറഞ്ഞുതരും എന്താണ് ഇതൊന്ന്. നമസ്കാരം സാറേ. നമസ്കാരം. ഇത് കാക്രവിയാർ എന്ന് പറയും. ഈ സ്ഥലത്തിൻ്റെ പേര് കാക്രവിയാറാണ്. ഓക്കെ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് രാം വനവാസം ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. അതുപോലെ തന്നെ ജുംല എന്ന് പറയുന്ന സ്ഥലത്ത് മല്ല രാജാക്കന്മാരുണ്ടായിരുന്നു. ജുംല നിങ്ങൾ പോയിട്ട് വന്നില്ലേ? അപ്പോൾ ജുംലയിലെ മല്ല രാജാക്കന്മാർ വച്ചതാണെന്നും ഒരു കിംവദന്തി ഉണ്ട്. പിന്നെ അതിവിടെ നേപ്പാൾ സമ്പത്ത് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഇത് കണ്ടില്ലേ ഇവിടുത്തെ അക്ഷരം? ഇത് എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ഇത് ബുദ്ധിസ്റ്റിന്റെ പോലൊരു അത്. അപ്പോൾ അവരും ഇത് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഈ ഫ്ലാഗ് മൊത്തം ബുദ്ധിസ്റ്റിന്റെ ആണ്. അവരും ക്ലെയിം ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇത് സുർക്കത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ ഇപ്പോൾ ഈ വന്നതും സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ടുവരും. പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ വരും കാണാൻ. അങ്ങനെ ഇവർ കാണാൻ വരുന്നതാണ്. ഇത് വർഷങ്ങളായിട്ട് ഇത് പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 10 വർഷമായി ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പ് ക്രെയിൻ ഇല്ലാത്ത സമയത്ത് ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ഒരു അത്ഭുതകരമായ കാര്യമാണ്. അതിൻ്റെ മുകളിലെ കല്ലൊക്കെ ഈ സിംഗിൾ പീസാണ് ഇതെല്ലാം. ഇത് മറ്റേ നമ്മൾ കാർവ് ചെയ്യില്ലേ, അങ്ങനെ കാർവ് ചെയ്ത് എല്ലാവരുടെയും ഇതുണ്ടാവും. കാർവ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. ഇതല്ല, അന്ന് ഒരു ടൂൾസ് പോലും ഇല്ലായിരുന്നു.
ഇതിപ്പോ അങ്ങനെ എത്ര ഉണ്ടാക്കി. വർഷം ഇത് പഴക്കമുണ്ടാകുന്ന 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടായി. ഇത് പൊളിഞ്ഞു കിടക്കായിരുന്നു. അതിന് ആർക്കിയോളജിക്കൽ സെന്ററിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇത് എല്ലാം നമ്പറിങ് ചെയ്ത് എടുത്തു വെച്ചു. അതിനുശേഷം ഇത് ജോയിൻ ചെയ്യിപ്പിച്ചാണ്. ഓക്കെ ഓക്കെ. കാക്കറെ ബീഹാർ. കാക്രി ബിഹാർ. ബീഹാർ ബീഹാറാ. ബീഹാർ എന്നാണ്. ആ. ഓക്കെ. കാക്രി ബിഹാർ. ബീഹാർ എന്ന് പറയുന്നത് ഡ്വെല്ലിംഗ് പ്ലേസ്, ദോലിംഗ്. താമസ സ്ഥാനം. ഓക്കെ ഓക്കെ. നല്ല തണുപ്പുണ്ടല്ലോ അത് ഇവിടെ. നല്ല തണുപ്പുണ്ട്. അതായത് സന്തോഷം, വളരെ സന്തോഷം. ഇങ്ങനൊരു സ്ഥലം സുർഖത്ത് പട്ടണത്തിന്റെ അകത്തുണ്ട്. അറിഞ്ഞതിൽ തന്നെ വലിയ സന്തോഷം. രാവിലെ ചിത്രനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ചിത്രന് ഏകാന്തമായ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാള്. അപ്പോൾ ഈ സിറ്റിക്കകത്തുനിന്ന് ഇന്ന് ദൂരെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒരു 10 മിനിറ്റല്ലേ എടുത്തുള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും 10 മിനിറ്റേ എടുത്തുള്ളൂ. 10 മിനിറ്റിനകത്തുള്ള ദൂരത്തിനകത്താണ് ഇത്രയും മനോഹരമായ ഇതിൻ്റെ നമുക്ക് മുഴുവൻ കറങ്ങി കാണാൻ പറ്റും. ഈ ഒരു ഫോറസ്റ്റ് ആണോ? ഏരിയ ഉണ്ട്. നമുക്കിപ്പോൾ പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്ഥലം, ഈ അമ്പലം ഇരിക്കുന്ന സ്ഥലത്തിന് നമ്മൾക്ക് ഇങ്ങനെ കറങ്ങി വരാൻ പറ്റും ബൈക്കിൽ. ഫോറസ്റ്റിലൂടെ. ഇതിൻ്റെ ഇടയ്ക്ക് റോഡുണ്ട്. അങ്ങനെ ആനിമൽസ് ഉണ്ട് ഇവിടെ. ആനിമൽസ് ഉണ്ട്. ഏതൊക്കെ പറയാൻ പറ്റും? മാനുണ്ട്, അതിൻ്റെ കൂടെ മുയലും, പിന്നെ പലതരത്തിലുള്ള ആനിമൽസ് ഉണ്ട്. പൊർക്കുപ്പൻ, മുള്ളുപന്നി, നമ്മളെ മുള്ളൻപന്നി. മുള്ളൻപന്നി കണ്ണൂരിലെ മുള്ളൻപന്നി എന്ന് പറയും. അതുണ്ട്. അതുപോലെ പലതരത്തിലുണ്ട്. അതുപോലെ തന്നെ കടുവ, പുലി ഒക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4 സൈഡും വട്ടത്തിൽ ഈ അഗ്രികൾച്ചറൽ ഏരിയ ആണ്. നമ്മുടെ കണ്ടം, കൃഷി, പാടം ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് ഇവിടെ ട്രാപ്പായിരിക്കുകയാണ് ഇവിടെ വന്ന ആനിമൽസ്. അതെ, എന്തായാലും സന്തോഷം ഇത്രയും വലിയൊരു വിവരങ്ങൾ പറഞ്ഞു തന്നതിൽ. സുഹൃത്തുക്കളെ, കേരളത്തിലൊരു മലയാളി ഇവിടെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടപ്പം വളരെ സന്തോഷമായി. ആ സാറിൻ്റെ കുറേ വിവരണങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ ആകെ തളർന്നിരിക്കുക കൂടിയാണ് കേട്ടോ. കാരണം മാസങ്ങളായി നേപ്പാളിലെ അൺഡെവലപ്ഡ് ആയിട്ടുള്ള പർവ്വത പ്രദേശങ്ങളിലൂടെ നടന്നാണ് ഈ യാത്ര. കാരണം ഭക്ഷണത്തിനായാലും എൻ്റെ താമസത്തിനായാലും പർവ്വത ഏരിയകളിൽ ഞാൻ ധാരാളം ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ട് എൻ്റെ സഞ്ചാരം ഇപ്പോഴും പോവുകയാണ് കേട്ടോ. നേപ്പാളിലെ പർവ്വത ഏരിയകളിലെ പ്രകൃതിയുടെ ഭംഗി എന്ന് പറയുന്നത് നിങ്ങൾ വന്ന് ആസ്വദിക്കേണ്ടതാണ് കേട്ടോ. അത്രമാത്രം മനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. അപ്പം സുർഖത്തിൽ നിന്നും ഞാൻ ഡയറക്റ്റ് പോകുന്നത് പൊക്രയിലേക്കാണ്. അത് ബൈ ബസ്സാണ് കേട്ടോ പോകുന്നത്. കാരണം ടെറായി റീജിയനാണ്. പരന്ന പ്രദേശത്തൂടെ നടന്നു പോകുമെന്ന് പറഞ്ഞത് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് നേപ്പാളിലെ. കാരണം പൊടി പിടിച്ച കാര്യങ്ങളും റോഡില്ലാത്ത സ്ഥലങ്ങളൊക്കെയാണ് അധികം. പക്ഷേ തണുപ്പ് വന്നുകൊണ്ട് ഇപ്പോൾ ഒരു സന്തോഷം. ഇത് കുറച്ച് ദിവസം ബസ്സിൽ ഒരു ദിവസത്തെ യാത്രയായിരിക്കും. നമ്മളെ സാറ് തന്നെയുണ്ടല്ലോ, സാറ് തന്നെയാണ് ബസ്സിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ബുക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ നേരെ ഇവിടുന്ന് ഞാൻ പോകുന്നത് നേരെ നമ്മളെ പൊക്രയിലേക്കായിരിക്കും. പിന്നെ അവിടെ നിന്നുള്ള കാഴ്ചകളായിരിക്കും കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് മാർദി ഹിമാല്, അന്നപൂർണ്ണ ഹിമാല്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ബായ്.